ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് 6 വയസ്സുകാരന് പരിക്കേറ്റു. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയടിച്ചത്. പത്തനംതിട്ട മയിലാടുംപാറ കാക്കത്തോട്ടിന് സമീപം സ്വാമിനാഥന്റെ വീടിന് മുകളിലേക്ക് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണു. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം റോഡിലേക്ക് മരം വീണു. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊട്ടാരക്കര തൃക്കണ്ണമംഗലത്ത് വീടിന് മുകളിൽ മരം വീണ് വാപ്പാല സ്വദേശികളായ ശോശാമ, അമ്മിണി എന്നിവർക്ക് പരുക്കേറ്റു. ഇവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ട ചെന്നീർക്കര ചാലുങ്കൽ വീട്ടിൽ സുരേഷ് കുമാറിന്റെ വീടിന് മുകളിലേക്ക് അടുത്ത പറമ്പിലെ തേക്കുമരം വീണു. ആളപായമില്ല. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് 6 വയസ്സുകാരന് പരുക്കേറ്റു. നരയംകുന്നത്ത് ജുബീഷിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞത്. കണ്ണൂർ കുണ്ടേരിയിലെ ഇടശ്ശേരിയിലും വീടിന് മുകളിൽ തെങ്ങ് വീണ് ഒരാൾക്ക് പരുക്കേറ്റു. കൊല്ലം തെന്മല ഒറ്റക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കും മരം വീണു. ക്ലാസ് നടക്കുമ്പോഴായിരുന്നു സംഭവം. കരുനാഗപ്പള്ളിയിൽ മരം വീണ് വാഹനം തകർന്നു. പാലക്കാട് അട്ടപ്പാടി ചിറ്റൂർ ഷോളയൂർ റോഡിൽ ഇരുചക്രവാഹനമാണ് കടപുഴകിയ മരത്തിനടിയിൽപ്പെട്ടത്. ആലപ്പുഴ എടത്വ തലവടി വരിക്കോലി വീട്ടിൽ പ്രസന്നന്റെ വീടിനും തൊഴുത്തിനും മുകളിലേക്ക് മരം വീണു. തൊഴുത്തിലുണ്ടായിരുന്ന പശുവിന് ഗുരുതര പരുക്കേറ്റു. മാന്നാറിൽ 2 വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും ഒടിഞ്ഞു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകരാറിലായി. കായംകുളം എരുവയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ ബൈക്ക് യാത്രക്കാരനായ പത്തിയൂർ സ്വദേശി റിയാസിന് പരുക്കേറ്റു. 24 ആലപ്പുഴ. ഇടുക്കി നേര്യമംഗലം വിള്ളാഞ്ചേരിയിൽ മരം കാറിന് മുകളിൽ വീണ് 1 മരണം. ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി ജോസാണ് മരിച്ചത്. മരം വീണ KSRTC ബസ്സിനും കേടുപാടുണ്ടായി. ഉച്ചയോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തേക്കുമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് രണ്ടാമത് വീണ്ടും വൻമരം കടപുഴകി വീണത്. ഒരു കാർ പൂർണ്ണമായും തകർന്നു. കാർ യാത്രികൻ പാണ്ടിപ്പാറ സ്വദേശി ജോസ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മകൾക്കും മരുമകനും പരുക്കേറ്റു. KSRTC ബസ് ഭാഗികമായി തകർന്നു. 2 മണി സമയത്ത് നല്ല കാറ്റ് പെട്ടെന്ന് വീശി. ഒരു 5 മിനിറ്റ് കാറ്റ്, അതിശക്തമായ കാറ്റായിരുന്നു. ആ സമയത്ത് താഴെ 2 മരം മറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുത്തെ അപ്പോൾ വഴി മൊത്തം ബ്ലോക്കായി. അത് കഴിഞ്ഞ് അത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിലെ കുറച്ച് വണ്ടിയിൽ കുറച്ച് ആൾക്കാർ 2-3 മണിക്കൂറൊക്കെ പെട്ടാണ് ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടമുണ്ടായ പ്രദേശത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകി. അപകട ഭീഷണിയുള്ളതെല്ലാം മുറിക്കാനുള്ളത് ചെയ്യും. വഴിയരിയിലെ മരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ 10-15ഓളം മരങ്ങൾ നമ്മൾ മുറിച്ചു. ഇപ്പോഴും അപകടകരമായി നിൽക്കുന്നുണ്ട്. നിരവധി മരങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും അപകടകരമായത് മുറിക്കുകയാണ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള മേഖലയിലെ അപകടാവസ്ഥയിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ ശക്തമായ കടലേറ്റം. 4 വീടുകളിൽ കടൽ വെള്ളം കയറി. ബീച്ചിന് സമീപത്തെ വീടുകളിലാണ് വെള്ളം കയറിയത്. ആലുവ ചെങ്ങമനാട് ഇന്ന് വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ 14 വീടുകൾക്ക് നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും മേൽക്കൂരകൾ പറന്നുപോയുമാണ് നാശനഷ്ടമുണ്ടായത്. പഞ്ചായത്തിലെ 9-10 വാർഡുകളിലാണ് വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി എന്നുള്ളതാണ്. ശശി തരൂർ ഒഴികെ കേരളത്തിൽ നിന്നുള്ള എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിൽ ഭരണഘടനാ പകർപ്പുകളുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മഹ്ത 11ഓടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. തുടർന്ന് MP-മാരുടെ സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं. 12:20 സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും
കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങൾ 5 മണിക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സഭയിൽ പുതുമുഖമായ ഷാഫി പറമ്പിലടക്കം 4 അംഗങ്ങൾ ഇംഗ്ലീഷിലും ഹൈബി ഈഡൻ ഹിന്ദിയിലും പ്രതിജ്ഞയെടുത്തു. ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत की संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. വിദേശത്തായതിനാൽ ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. പ്രോട്ടം സ്പീക്കർ പദവിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിനാൽ പാനലിൽ നിന്നും ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ വിട്ടുനിന്നു. പ്രതിപക്ഷം മര്യാദ പാലിക്കണമെന്ന് സഭ തുടങ്ങും മുമ്പ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി മോദി നടത്തുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് മല്ലികാർജുൻ ഖാർഗെ തിരിച്ചടിച്ചു. 24 ഡൽഹി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ കരുത്ത് കാട്ടാൻ ഒരുങ്ങി ഇന്ത്യ സഖ്യം. പ്രോട്ടം സ്പീക്കർ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുമാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഭരണഘടനയുടെ പകർപ്പുകൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി സഭയിലേക്ക് പ്രവേശിച്ച ഇന്ത്യ സഖ്യം സർക്കാരിനോടുള്ള സമീപനം ആദ്യ ദിനം തന്നെ വ്യക്തമാക്കി. കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞ് പ്രോട്ടേം സ്പീക്കർ കസേരയിലെത്തിയ ഭർതൃഹരി മഹത്താബാണ് പ്രതിഷേധ ചൂട് ആദ്യമറിഞ്ഞത്. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനൽ അംഗങ്ങളുടെ പേര് വിളിച്ചതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം ഉയർത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയതോടെ നീറ്റ് വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് ഇത്തവണ പ്രതിപക്ഷത്തിനുണ്ടെന്ന് KC വേണുഗോപാൽ. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഏത് നിലപാടുകളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയാലും അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമായിട്ടായിരിക്കും ഇപ്രാവശ്യം പോകുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായമായില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. സ്പീക്കർ സ്ഥാനത്തേക്ക് BJPക്ക് മത്സരം ഒഴിവാക്കി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകി ഒരു സമവായത്തിലെത്താൻ BJP തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ സഖ്യം ആലോചിച്ച് തീരുമാനമെടുക്കും. സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് നോക്കിയിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ നീറ്റ്, നെറ്റ്, എക്സിറ്റ് പോൾ വിവാദം എന്നിവ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. +1 പ്രതിസന്ധിയിൽ പ്രതിഷേധം. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറത്ത് 7478 സീറ്റുകൾ കുറവുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കും. വിഷയത്തിൽ SFI നടത്തുന്ന സമരത്തെ മന്ത്രി പരിഹസിച്ചു. +1 സീറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ പോളിടെക്നിക്കൽ സീറ്റില്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി PK കുഞ്ഞാലിക്കുട്ടിയും അഹമ്മദ് ദേവർകോവിലും നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു. മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ കണക്ക് വ്യക്തമാക്കണമെന്നും സമരം നടത്തുന്ന UDF മാപ്പ് പറയണമെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. +1 സീറ്റില്ലെന്ന് പറയുമ്പോൾ പോളിടെക്നിക്കൽ സീറ്റില്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു. സർ, ഇവർക്ക് പഠിക്കാൻ +2 സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അൺഎയ്ഡഡിലും പോയാൽ പോരെ? ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ? കണക്കുകൾ നിരത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. 82,466 പേരാണ് മലപ്പുറത്ത് +1 അപേക്ഷിച്ചത്. ഇതിൽ 4358 പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു. 17,298 അപേക്ഷകളാണ് ബാക്കിയുള്ളത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും 7,478 സീറ്റിന്റെ കുറവുണ്ടാകുമെന്ന് മന്ത്രി സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന 70,976 സീറ്റുകളിൽ ആകെ 66,024 വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും 4,952 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്തിട്ടുണ്ട്. SFIയുടെ സമരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കില്ലെന്നാണ് സൂചന. ബദൽ മാർഗങ്ങൾ കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. 24 തിരുവനന്തപുരം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് സർക്കാരിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരത്തും കൊല്ലത്തും KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. മലപ്പുറത്തും കോഴിക്കോട്ടും വയനാട്ടിലും പ്രതിഷേധമുണ്ടായി. KSU നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KSU, MSF, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളാണ് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കിയത്. മലപ്പുറത്തും കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിച്ചു.
കനത്ത മഴയിൽ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്തും കൊല്ലത്തും KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിസന്ധി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പഠിപ്പുമുടക്ക് സമരമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല വിദ്യാഭ്യാസ ബന്ധുൾപ്പെടെ നടത്തി മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 സീറ്റ് ലഭിക്കുന്നതുവരെ സമരവുമായി കേരളത്തിന്റെ തെരുവുകളിൽ KSU ഉണ്ടാകുമെന്ന ഊർജ്ജ പ്രഖ്യാപനത്തോടുകൂടി ഇനിയുള്ള സമര പോരാട്ടങ്ങൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനമെന്ന് കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. 24 മലപ്പുറം. നാളെ അവധിയാണോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും എവിടെയും അവധി പ്രഖ്യാപിച്ചതായി വാർത്തയില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ 5 കേസുകൾ ഏറ്റെടുത്ത് CBI. ബീഹാർ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യ സൂത്രധാരൻ സഞ്ജീവ് മുഖിയ നേപ്പാളിലേക്ക് കടന്നതായി സൂചന. പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBI 5 കേസുകൾ ഏറ്റെടുത്തു. ബീഹാറിലും ഗുജറാത്തിലുമായി ഓരോ കേസും, രാജസ്ഥാനിലെ 3 കേസുകളുമാണ് ഏറ്റെടുത്തത്. ബീഹാറിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അറസ്റ്റ് ചെയ്ത 18 പ്രതികളെയും ഡൽഹിയിലെത്തിച്ച് CBI ചോദ്യം ചെയ്യും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സഞ്ജീവ് മുഖിയ നേപ്പാളിലേക്ക് കടന്നതായാണ് വിവരം. അതിനിടെ പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം പരീക്ഷാ സെന്റർ ചുമതലക്കാരൻ റിപ്പോർട്ട് തയ്യാറാക്കി റീജിയണൽ ഓഫീസർക്ക് കൈമാറണം. റിപ്പോർട്ട് റീജിയണൽ ഓഫീസർമാർ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനാണ് ചട്ടത്തിൽ പറയുന്നത്. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തുന്ന അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായത്. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറുകളുടെ ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. 68 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിന് സമാനമാണ്. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് NSUI ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. സംശയാസ്പദമായ സന്ദേശങ്ങളും പണമിടപാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ATSന്റെ നടപടി. 24 ഡൽഹി. മസ്കറ്റിൽ അന്തരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇമെയിൽ മുഖേനയാണ് കമ്പനിയുടെ മറുപടി കുടുംബത്തിന് ലഭിച്ചത്. നമ്പി രാജേഷിന്റെ മരണത്തിന് ഉത്തരവാദി എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെന്നും മറുപടിയിൽ പറയുന്നു. എയർ ഇന്ത്യയുടെ സഹായം പ്രതീക്ഷിച്ചിരുന്നുവെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് കുടുംബത്തിന്റെ മസ്കറ്റിലേക്കുള്ള യാത്ര മുടങ്ങിയത്. ഇന്ന് വൈകുന്നേരം 5:30 മണിയോടെയാണ് എയർ ഇന്ത്യ എന്ന് മെയിൽ എനിക്ക് കിട്ടുന്നത്. അതിൽ പറയുന്നത് ഞങ്ങൾക്ക് വേറെ കോമ്പൻസേഷനൊന്നും തരാൻ പറ്റത്തില്ല, ഇതിന് കാരണക്കാരൻ ഞങ്ങളല്ല, അവരെ ഭാഗം സേഫായിട്ട് സംസാരിച്ചു. അവർ പറയുന്നത് 9-ാം തീയതി ഞങ്ങൾ രണ്ടാമത് നിങ്ങൾക്ക് വേറെ എയർലൈനിൽ ടിക്കറ്റ് എടുത്തു തരാൻ ശ്രമിച്ചു, പക്ഷേ വേറെ ഫ്ലൈറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണ്, ക്യാബിൻ ക്രൂ സ്ട്രൈക്ക് കൊണ്ടാണ്. അവരെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് അവർ നൈസായിട്ട് കൈ ഒഴിഞ്ഞു. വേറെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞങ്ങളെല്ലാവരും വഴിയാതായ ഒരവസ്ഥയാണ്. മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും വന്നു പോകുന്നു, അവർക്ക് ഇമെയിൽ അയച്ച് നേരിട്ട് ചെന്ന് കാണുന്നുണ്ട്, അവരുടെ ഓഫീസിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യർ 1 രൂപ നമുക്ക് കൊണ്ട് തന്നിട്ടില്ല. കുഞ്ഞിന് ഫീസ് അടച്ചിട്ടില്ല. മോളുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു 10,000 രൂപ ഇട്ട് തന്നതിൻ്റെ പേരിൽ കുഞ്ഞിന് ബുക്കും മേടിച്ച് യൂണിഫോം മേടിച്ച് സ്കൂൾ ഫീസ് കൊടുത്തിട്ടില്ല, വാനിൻ്റെ ഫീസ് ഇതൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതൊന്നും എന്ന് വെച്ചാൽ ഒരാൾ ഇൻകം ഒരു മാസം നമുക്ക് തരുന്ന വരുമാനം കൊണ്ട് ഇതെല്ലാം കറക്റ്റായി പോയിക്കൊണ്ട് അതാണ് പെട്ടെന്ന് അതങ്ങ് ഇന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പോലീസ് കേസ് കൊടുത്താൽ എന്തോന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ എയർ ഇന്ത്യയുടെ പേരിൽ എന്തോ ഇവിടെ ഈ എയർ ഇന്ത്യ ട്രിവാൻഡ്രത്ത് ഇല്ലയെന്നാണ് പറയുന്നത് ഓഫീസ്. പിന്നെ എവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യണ്ടേ? അല്ലാണ്ട് തന്നെ കോടതി മുഖേന കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ്. 25 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ബില്ലുകളും മാറി നൽകാൻ ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. നിലവിൽ 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ നിയന്ത്രണങ്ങളോടെയാണ് മാറി നൽകിയിരുന്നത്. പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സാധിക്കാത്തത് നിയമവ്യവസ്ഥയോടുള്ള അവഹേളനമെന്ന വിമർശനം. സർക്കാർ നാടകം അവസാനിപ്പിക്കണമെന്നും മുന്നറിയിപ്പ്. IB മേധാവിയുടെ കാലാവധി നീട്ടി. തപൻകുമാർ ദേക്കയുടെ സേവന കാലാവധിയാണ് 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്. JP നഡ്ഡയെ BJPയുടെ രാജ്യസഭാ നേതാവായി തെരഞ്ഞെടുത്തു. JP നഡ്ഡ
കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതോടെ പുതിയ BJP അധ്യക്ഷനെ ഉടൻ തിരഞ്ഞെടുത്തു. വയനാട് കേണിച്ചിറയിൽ നിന്ന് പിടികൂടിയ കടുവ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം കടുവയെ നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. 3 പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ട്. എറണാകുളം പനങ്ങാട് അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിൽ ഗുരുതര ക്രമക്കേടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ബസ്സിൽ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമായിരുന്നില്ല. ബസ്സിൽ 6 സീറ്റുകൾ അധികമായി ഘടിപ്പിച്ചതായും RTO കണ്ടെത്തിയിട്ടുണ്ട്. അമിത വേഗത്തിലെത്തി സിഗ്നൽ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കല്ലട ബസ് റോഡിന് കുറുകെ മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് ബസിന്റെ കൂടുതൽ നിയമലംഘനങ്ങൾ ഇന്ന് കണ്ടെത്തിയത്. എറണാകുളം RTO മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ബസ്സിലെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലെന്നും പിന്നിലെ ടയറുകൾ തേഞ്ഞ നിലയിലായിരുന്നുവെന്നും കണ്ടെത്തിയത്. സിഗ്നൽ വന്നപ്പോൾ അതിവേഗം അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മറികടക്കാനായിട്ടുള്ള താല്പര്യത്തോടുകൂടി വന്നതാണ് ഈ അപകടത്തിന്റെ കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത വേഗത ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. 6 സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. നിയമം ലംഘിച്ച് കൂടുതൽ ആളുകളെ കയറ്റുന്നതിനായി ബസ്സിൽ 6 സീറ്റുകൾ പുതുതായി സ്ഥാപിച്ചിരുന്നു. ഇന്നലെയുണ്ടായ അപകടത്തിൽ ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രികനായ ജിജോ സെബാസ്റ്റ്യൻ എന്ന യുവാവ് മരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ ഇന്ന് കൂടുതൽ പരിശോധനയ്ക്കായി എത്തിയത്. 24 കൊച്ചി. ടൂറിസം വകുപ്പിനെയും മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും നിയമസഭയിൽ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. കഴക്കൂട്ടം മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നാണ് കടകംപള്ളി ആരോപിച്ചത്. ഇതിനു പിന്നിൽ നിക്ഷിപ്ത താൽപര്യമാണുള്ളതെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ടൂറിസം വകുപ്പ് മുഖവിലക്കെടുക്കുന്നില്ല എന്ന കടുത്ത വിമർശനവും ഉണ്ടായി. ആരോപണങ്ങൾക്ക് ഓരോന്നിനും മറുപടി പറയാതെ പൊതുവായ മറുപടിയാണ് മന്ത്രി നൽകിയത്. കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിനെയും നേരത്തെ കടകംപള്ളി വിമർശിച്ചിരുന്നു. നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. മുതലപ്പുഴി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിക്ക് എതിരായ വിമർശനങ്ങൾക്ക് ധനമന്ത്രി സഭയിൽ മറുപടി നൽകി. OR കേളു മന്ത്രിസഭയിലെത്തിയതോടെ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിൽ മാറ്റം വന്നു. മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടമരണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ സർക്കാർ ഇടപെടണമെന്ന് നോട്ടീസ് നൽകിയ M. വിൻസെന്റ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ വേറെയുണ്ടോ സാർ? മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് മൂലം അപകടം സംഭവിക്കും. 8 വർഷത്തിനിടെ 74 മരണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അദാനി കമ്പനിയുമായി ഒത്തുകളിയെന്നും ആരോപണം. ഒരു നടപടിയും അദാനി ഗ്രൂപ്പിനെതിരായി അദാനി പോർട്ടിനെതിരായി ചെയ്യാതെ നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്നും ഇപ്പോഴേ വിമർശനം ഉന്നയിക്കുന്നത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കും പോലെയാണെന്നും ചോദ്യോത്തരവേളയിൽ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. OR കേളു മന്ത്രിസഭയിലെത്തിയതോടെ നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിന്റെ ക്രമം മാറി. ധനമന്ത്രി KN ബാലഗോപാൽ K. രാധാകൃഷ്ണൻ എന്ന സീറ്റിൽ രണ്ടാമനായി. റവന്യൂ മന്ത്രി K. രാജനാണ് മൂന്നാമൻ. രണ്ടാം നിരയിൽ മന്ത്രി J. ചിഞ്ചുറാണിക്കൊപ്പമാണ് OR കേളുവിന് സീറ്റ്. 24 തിരുവനന്തപുരം. കോട്ടയത്തെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരൻ മുഖ്യമന്ത്രിയെന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ. പാലായിൽ നവകേരള സദസ്സിനിടെ തന്നെ ശകാരിച്ചത് ഉൾപ്പെടെ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് തോമസ് ചാഴികാടൻ വിമർശനം ഉന്നയിച്ചത്. UDF തരംഗത്തിൽ കോട്ടയത്തും LDFന് അടിപതറിയെന്നായിരുന്നു കേരള കോൺഗ്രസും ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പാലായിൽ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ ശകാരിച്ചത് കൂടുതൽ തിരിച്ചടിയായെന്നാണ് ചാഴികാടന്റെ പരാതി. ഉറപ്പായും ലഭിക്കുമായിരുന്ന വോട്ടുകൾ ഇതിലൂടെ ഇല്ലാതാക്കി. CPM വോട്ടുകൾ എവിടെ പോയെന്ന് അന്വേഷിക്കണമെന്നും തോമസ് ചാഴികാടൻ ആവശ്യപ്പെട്ടു. LDFൽ ഇക്കാര്യം അവതരിപ്പിക്കണമെന്നും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കണമെന്നും മറ്റു ചില നേതാക്കളും അഭിപ്രായപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടെന്ന നിലപാടാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വീകരിച്ചത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് CPM വിട്ടു നൽകിയ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലുണ്ടായ ഈ വിമർശനങ്ങൾ LDFൽ ഉന്നയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്.
കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ. EP ജയരാജന്റെ BJP അനുകൂല പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. AK ബാലനെതിരെയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ പൊതുവികാരം. കാസർഗോഡ് KK ശൈലജയും EP ജയരാജനും പങ്കെടുത്ത യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJP സ്ഥാനാർത്ഥികളുടെ മികവിനെക്കുറിച്ചടക്കം EP ജയരാജൻ നടത്തിയ പ്രസ്താവനകൾ തിരിച്ചടിയായി. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വോട്ടെടുപ്പ് ദിവസത്തെ പ്രസ്താവനയും വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിച്ചു. ക്ഷേമ പെൻഷനുകൾ നൽകാതിരുന്നതിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ശക്തമായിരുന്ന സർക്കാർ വിരുദ്ധ വികാരം കാണാതെ പോയെന്നും വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായതായും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പല പ്രസ്താവനകളുമെന്നായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആക്ഷേപം. വീണ വിജയന്റെ വിഷയത്തിലടക്കം AK ബാലന്റെ പ്രസ്താവനകൾ അനവസരത്തിലായി. ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന് പ്രവർത്തകരോട് പരസ്യമായി ആവശ്യപ്പെട്ടതും തിരിച്ചടിച്ചു. നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് PB അംഗത്തെ മത്സരിപ്പിച്ചിട്ടും തോൽക്കാൻ കാരണമായതെന്നും ആരോപണമുയർന്നു. മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ രീതിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ട് കാര്യമില്ലെന്നും ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകി. 24 കാസർഗോഡ്, പാലക്കാട്. രമേശ് ചെന്നിത്തലയുടെ പിണക്കം മാറ്റാൻ മുൻകൈയെടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത്. UDF യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കാത്തതോടെയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള എതിർപ്പ് പരസ്യമായത്. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്, ഹൃദയബന്ധമാണുള്ളത്. KPCC യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും തമ്മിൽ ഉണ്ടാകരുത്, ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. CPM പോലെയല്ല. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക്. കൊല്ലം കടക്കിലിൽ മാതാവിനെ മർദ്ദിച്ചതിന് അനുജന്റെ 2 കാലും ജ്യേഷ്ഠൻ കൊട്ടേഷൻ നൽകി തല്ലിയൊടിച്ചു. സംഭവത്തിൽ വർക്കല ഐരൂർ നവനീതത്തിൽ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ ഒളിവിലാണ്. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, മാതാവിനെ മർദ്ദിച്ചുവെന്നുള്ള കാരണം തന്നെയാണോ ഈ കൊട്ടേഷൻ നൽകി മർദ്ദിക്കാനിടയായ സാഹചര്യം? ഇയാൾക്ക് എങ്ങനെയാണ് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി ബന്ധമുള്ളത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് ഈ മാസം 7-ാം തീയതി രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ മാതാവിനെ മർദ്ദിച്ചതിലെ പകയുടെ കാരണമാണ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ സഹോദരനെതിരെ നൽകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഈ വർക്കല സ്വദേശി ജോസിനെ നിലവിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ വിദേശത്തു നിന്ന് വിളിച്ചു വരുത്തിയാണ് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഈ കൊട്ടേഷൻ സംഘത്തിലുള്ള 3 പ്രതികൾക്ക് വേണ്ടി പോലീസ് നിലവിൽ അന്വേഷണം നടത്തുകയാണ്. ശിവജി, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള 3 പേർക്ക് വേണ്ടിയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഈ ജോയിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ ഇയാളെ വീട്ടിൽ കയറി ഈ കൊട്ടേഷൻ സംഘം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവത്തിന് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ പ്രതികളെയും മറ്റും പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട്. CCTVയും മറ്റും പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ഈ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ സഹോദരനാണ് എന്ന കാര്യം കണ്ടെത്തുന്നത്. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ സഹോദരനെ വിദേശത്ത് വിളിച്ചു വരുത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം, ഈ മാതാവിനെ മർദ്ദിച്ചത് മൂലമാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയെന്ന കാര്യം ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ഈ കൃത്യത്തിന് ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറ് പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി കടക്കൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഇവരെ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊട്ടേഷൻ സംഘങ്ങൾ തിരുവനന്തപുരം സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഇതുമായി ബന്ധപ്പെട്ട് കടക്കൽ പോലീസ്, അഞ്ചൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച കേസിൽ KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിന് ജാമ്യം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം. പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം പരീക്ഷാ സെന്ററിന്റെ ചുമതലക്കാരൻ റിപ്പോർട്ട് തയ്യാറാക്കണം. പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ ഉടൻ നടപടി വേണമെന്നും നിർദ്ദേശം. പത്തനംതിട്ട ചിറ്റാറിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മത്തായി മരിച്ച കേസിൽ CBI കോടതിയിലെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മത്തായിയുടെ ഭാര്യ ഷീബ നൽകിയ ഹർജിയിലാണ് നടപടി.
ഡൽഹി കുടിവെള്ള പ്രശ്നത്തിൽ നിരാഹാര സമരം തുടരുന്ന മന്ത്രി അതിഷയുടെ ആരോഗ്യനില വഷളായി. അതിഷയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടേഴ്സ്. കോഴിക്കോട് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കാഫർ പരാമർശമടങ്ങിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കാത്ത CPIM ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് ഇന്ധനം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. BPCLന്റെ പ്രത്യേക ടീമാണ് ഇന്ധനം മാറ്റുന്നത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കിളിമാനൂർ തട്ടത്തുമലയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെടുന്നത്. അടുത്തുള്ളൊരു തോട്ടിലേക്കായി ലോറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും ആ ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. കാരണം അതിൽ ഇന്ധനം മാറ്റുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി. 7 മണിയോടുകൂടിയാണ് ഈ മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ടാങ്കറിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റുന്ന പ്രക്രിയകൾ ആരംഭിച്ചത്. ഈ BPCLന്റെ കൊച്ചിയിലെ ഉദ്യോഗസ്ഥരെത്തി, ടെക്നിക്കൽ ടീം എത്തിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചത്. ഈ ഇന്ധനം വളരെ പതുക്കെയാണ് മറ്റൊരു ടാങ്കിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും 5 മണിക്കൂറിലധികം ശരാശരി സമയം ഇതിനെടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ഈ അപകടത്തിൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർക്കും ഒപ്പം തന്നെ ക്ലീനർക്കും സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇവരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 17 മണിക്കൂറിലധികം നേരമായി കറണ്ട് ഉൾപ്പെടെ വൈദ്യുതി ഉൾപ്പെടെ വിച്ഛേദിച്ച് വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിഷേധങ്ങളും മറ്റും ഉയർത്തിയിരുന്നു. കാരണം അവർക്ക് ഭക്ഷണം മറ്റും പാകം ചെയ്യുന്ന അടക്കം വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തി. രാവിലെ മുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പോലീസ് ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തുണ്ട്. ഇപ്പോഴും ആ ജാഗ്രത തുടരുകയാണ്. വലിയൊരു ദൗത്യം തന്നെയാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ ടാങ്കറിൽ നിന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നം അടുത്ത തോട്ടിലേക്ക് ഒഴുകിയത് കാരണം വലിയ തോതിലുള്ള ഒരു അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് കുറച്ച് മണിക്കൂറുകൾ പണിപ്പെട്ടതിന് ശേഷമാണ് ഈ ടാങ്കറിലെ ലീക്ക് ഒഴിവാക്കാനായത്. 18 മണിയോടുകൂടി ടാങ്കർ ഭാഗികമായി ഉയർത്തി. അതിനുശേഷം കൊച്ചിയിലെ BPCL യൂണിറ്റിൽ നിന്നും ഈ ഇന്ധനം മാറ്റാനുള്ള ഉപകരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എന്തായാലും 7 മണിയോടുകൂടി ഇന്ധനം മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ ഇതിനെടുക്കും. എന്തായാലും ക്രെയിൻ ഉൾപ്പെടെയുള്ള ഈ ടാങ്കർ ഉയർത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇനി എത്ര സമയം ഏകദേശം എടുക്കും? ഇപ്പോൾ നിലവിൽ 5 കമ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി 2 കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മൊത്തം 3 കമ്പാർട്ട്മെൻറ്റും കൂടെയാണ് ഡ്രെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശം ഓരോ മണിക്കൂർ എടുക്കും ഓരോ കമ്പാർട്ട്മെൻറ്റ് ഡ്രെയിൻ ചെയ്യുന്നതിന്. അതായത് 3 മണിക്കൂർ, ഇനി ഡ്രെയിൻ ചെയ്യാനും ഒരു 3 അവർ, അതുപോലെ ഇതിന് വലിച്ചെടുക്കാനായിട്ട് ഒരു 1 അവർ കൂടെ എടുക്കും. ഇത് പൂർണ്ണമായി മാറ്റിയതിന് ശേഷം മാത്രമല്ലേ ക്രെയിൻ ഉപയോഗിച്ചത് പുറത്തേക്ക് എടുക്കുള്ളൂ? അതേ ഉള്ളൂ. ഇത് ഫുള്ള് ഡ്രെയിൻ ചെയ്തതിന് മാത്രമേ, അതിനുശേഷം മാത്രമേ ക്രെയിൻ ഉപയോഗിച്ചത് എടുക്കത്തുള്ളൂ. ഈ പ്രദേശത്ത് ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല? ഇല്ല. ഈ പ്രദേശത്ത് ഇപ്പോഴും കറണ്ട് ഇല്ല. ഈ തീ കത്തിക്കുന്നൊക്കെ ഇവിടെ നിയന്ത്രണം ഉണ്ടോ? ഈ പ്രദേശത്ത് നിയന്ത്രണമുണ്ട്. ജാഗ്രത പുലർത്തണമല്ലോ. അതെ, ജാഗ്രത വേണം. എന്തായാലും പ്രദേശത്ത് വലിയ തോതിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി ഇത് മാറ്റാനെടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് കുറച്ച് വേഗത കുറഞ്ഞു എന്നുള്ള ആക്ഷേപമെല്ലാം ജനങ്ങൾക്കുണ്ട്. എന്തായാലും അതെല്ലാം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ടാങ്കർ ഇവിടുന്ന് മാറ്റിയതിന് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം ജയശങ്കർ. പാലക്കാട് പത്തിരിപ്പാലയിൽ 3 വിദ്യാർത്ഥികളെ കാണാതായി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അതുൽ കൃഷ്ണ, ആദിത്യൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത്. രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് ഇറങ്ങിയത്. വീട്ടിൽ നിന്നിറങ്ങിയത് കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടില്ല എന്ന് അധികൃതർ പറഞ്ഞു. രണ്ടില കൈവിട്ട് ഡൽഹിക്ക് കയറിയ ഫ്രാൻസിസ് ജോർജ് ചിഹ്നം മറക്കാതെയാണ് ആദ്യ ദിനം പാർലമെന്റിലെത്തിയത്. വോട്ടർമാർ വിജയിപ്പിച്ച ഓട്ടോറിക്ഷയിൽ ആദ്യ ദിനം പാർലമെന്റിലെത്തിയാണ് ഫ്രാൻസിസ് ജോർജ് വ്യത്യസ്തനായത്. പാർലമെന്റിലെ പ്രവേശനോത്സവം എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ ഫ്രാൻസിസ് ജോർജ് ഒടുവിലെത്തിയത് ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ. ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ബഹുമാനാർത്ഥം ആദ്യത്തെ ദിവസം ജനകീയമാവട്ടെ എന്ന് കരുതിയാണ് ഫ്രാൻസിസ് ജോർജ് അല്പം വ്യത്യസ്തനായത്. നമ്മുടെ ചിഹ്നം അതായിരുന്നല്ലോ, ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ട് ചെയ്താണ് ജനങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം ജനങ്ങൾ നൽകിയ അംഗീകാരത്തിനൊരു നന്ദി സൂചകമായി ഞാൻ ഈ ചിഹ്നത്തിൽ തന്നെ പോകാമെന്ന് വെച്ചാൽ
എന്നും ഇങ്ങനെയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഫസ്റ്റ് ഡേ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആദ്യ ദിവസം ജനകീയമായിട്ട് തന്നെ പോകാൻ പറ്റും. സാധാരണക്കാരനല്ല എല്ലാവരും ഉപയോഗിക്കുന്നില്ല. ഓട്ടോറിക്ഷ എനിക്ക് തോന്നുന്നു സാധാരണക്കാരനും പണമുള്ളവരും എല്ലാവരും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയാണ് ഉപകരിക്കുക. അന്നേരം കാറും ടാക്സിയും നോക്കി കിട്ടുന്നുമില്ല. പാർട്ടി മുൻപ് മത്സരിച്ചിട്ടുള്ള ട്രാക്ടർ ചിഹ്നം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിൽ ഇല്ലാത്തതിനാലാണ് ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത്. 24 ഡൽഹി. സ്വന്തം ഭാര്യയെ വിവാഹം കഴിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി 16 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇരുവരും നിയമപരമായി വീണ്ടും വിവാഹം ചെയ്തത്. മക്കളെ സാക്ഷിയാക്കി നടൻ ധർമ്മജൻ ഭാര്യ അനുജയ്ക്ക് താലി ചാർത്തി. 16 വർഷം മുമ്പ് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. അന്ന് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന ധർമ്മജൻ. എനിക്ക് ഭയങ്കര സന്തോഷത്തിലുപരി ഞാൻ കറക്റ്റായിട്ടൊരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. എന്നെപ്പോലെ പലരും ഉണ്ടാവും ഇതേപോലെ കല്യാണം കഴിച്ചവർ, ഇങ്ങനെ കല്യാണം കഴിച്ചവർ ഒരുപാട് പേരുണ്ടാവും, പ്രേമിച്ച് വിവാഹം കഴിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രചോദനം കൂടിയാണിത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദയും 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വൈകിയുമാണ് മക്കൾ. വീണ്ടും വിവാഹം നടത്തിയതിൽ സന്തോഷമെന്ന അനുജ. ഫസ്റ്റ് സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം ആ ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പം എല്ലാവരും അന്ന് പറഞ്ഞ വീട്ടുകാരെയൊക്കെ ഇട്ടിട്ടാണല്ലോ പോകുന്നത്. ഇന്നിപ്പോൾ വീട്ടുകാരും കൂടി കൂടെയുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയാണ് എൻ്റെ ഭാര്യ വിവാഹിതയാകുന്നു, വരൻ ഞാൻ തന്നെ എന്ന തലക്കെട്ടോടെ ധർമ്മജൻ ഫേസ്ബുക്കിൽ വിവാഹ ഫോട്ടോ പങ്കുവച്ചത്. ഒട്ടേറെ പേരാണ് ആശംസ അറിയിച്ചത്. 24 കൊച്ചി. കാൽപന്തോളം. കൊയ്റോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കൊയ്റോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇന്ന് ഇറ്റലി ക്രൊയേഷ്യ വമ്പൻ പോരാട്ടം. രാത്രി 12:30-ക്കാണ് മത്സരം. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു കളിയിൽ സ്പെയിൻ അൽബേനിയയെ നേരിടും. മരണ ഗ്രൂപ്പിൽ നിന്ന് കരകയറാൻ മരണപ്പോരിന് ക്രൊയേഷ്യയും ഇറ്റലിയും. ഇരു ടീമുകളെയും തോൽപ്പിച്ച സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ എത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് അവസാന 16-ലെത്തുന്ന രണ്ടാം ടീമാകാനാണ് ഈ പെരും പോരാട്ടം. സ്പെയിനോട് തോൽക്കുകയും അൽബേനിയയോട് സമനിലയിൽ കുരുങ്ങുകയും ചെയ്ത ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ ജയത്തിൽ കുറഞ്ഞതൊന്നും രക്ഷിക്കില്ല. ഒറ്റ പോയിന്റുമായി ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ക്രോട്ടുകൾ. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കുള്ളത് 3 പോയിന്റ്. അൽബേനിയക്കെതിരെ ജയിച്ച ഇറ്റലി സ്പെയിനെതിരെ സെൽഫ് ഗോളിലാണ് വീണത്. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയുടെ വയസ്സൻ പടയ്ക്കെതിരെ ഇറ്റലിയുടെ യുവനിരയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. അൽബേനിയക്കെതിരെ സ്പെയിൻ ജയിക്കുകയോ അല്ലെങ്കിൽ മത്സരം സമനിലയിലാവുകയോ ചെയ്താൽ ക്രൊയേഷ്യക്കെതിരെ തോൽക്കാതിരുന്നാൽ മതി ഇറ്റലിക്ക് പ്രീ ക്വാർട്ടറിലെത്താൻ. ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ അൽബേനിയക്കെതിരെ ബൂട്ട് കെട്ടുന്നത്. പ്രീ ക്വാർട്ടറിന് മുമ്പ് ഇതുവരെ പരീക്ഷിക്കാത്തവരെ കളത്തിലിറക്കാനുള്ള അവസരം കൂടിയാണ് സ്പെയിനിത്. അതേസമയം സ്പെയിനെ അട്ടിമറിച്ചാൽ അൽബേനിയയ്ക്കും പ്രീ ക്വാർട്ടർ സാധ്യത നിലനിർത്താം. സ്പോർട്സ് ഡെസ്ക് 24. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ജയപ്രതീക്ഷയിൽ. 206 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഓസ്ട്രേലിയയ്ക്ക് ഇനി 60 റൺസ് കൂടി ആവശ്യമുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ ഇന്ത്യ സെമിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയല്ലേ? പ്രവിത, ഇന്ത്യ സെമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇനി ഓസ്ട്രേലിയയ്ക്ക് 17 പന്തിൽ 53 റൺസ് കൂടിയാണ് വേണ്ടത്. പക്ഷേ നെറ്റ് റൺ റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇനി ഒരു കാരണവശാലും ഇന്ത്യക്കോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ തന്നെ ഓസ്ട്രേലിയയ്ക്കോ ഇന്ത്യ മറികടക്കാനായില്ല. 2 മത്സരങ്ങളിൽ നേരത്തെ തന്നെ ജയിച്ച ഇന്ത്യക്ക് 4 പോയിന്റ് ഉണ്ട്. ഒപ്പം തന്നെ ഈ മത്സരത്തിലെ നെറ്റ് റൺ റേറ്റും ഉയർന്നു തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സെമിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഇന്ത്യയുടെ ജയത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ പതറുകയാണ്. അവർക്ക് ഇനിയൊരു ജയസാധ്യത വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. 17 പന്തിൽ 53 റൺസാണ് അവർക്ക് വേണ്ടത്. 6 വിക്കറ്റ് ഇതിനോടകം തന്നെ നഷ്ടമായി കഴിഞ്ഞു. 153 റൺസാണ് അവർക്ക് ഇതിനോടകം നേടാൻ സാധിച്ചിട്ടുള്ളത്. അവർക്ക് ഇതുവരെ ക്രീസിൽ പ്രതീക്ഷയുണ്ടായിരുന്നത് ട്രാവിസ് ഹെഡിലായിരുന്നു. 76 റൺസ് എടുത്ത ട്രാവിസ് ഹെഡിനെ ജസ്പ്രീത് ബുംറ പുറത്താക്കിയതോടുകൂടി ഓസ്ട്രേലിയ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ക്രീസിൽ ടിം ഡേവിഡും മാത്യു വെയ്ഡുമാണ് ക്രീസിൽ. മാത്യു വെയ്ഡും ഇപ്പോൾ പുറത്തായിരിക്കുന്നു. ടിം ഡേവിഡിലാണ് ഇനി പ്രതീക്ഷ. പക്ഷേ ഈ 17 പന്തിൽ 53 റൺസ് അടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം
തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഓസ്ട്രേലിയയ്ക്ക് അവരുടെ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ജയിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളത്തെ മത്സരത്തിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തോൽപ്പിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനായിരിക്കും സെമിയിലേക്ക് മുന്നേറുക. ഓസ്ട്രേലിയ എന്തായാലും കിണഞ്ഞ് ശ്രമിക്കുക തന്നെ ചെയ്യും. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ. ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത, ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത. പ്രവിത. ശരി, എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള വാർത്തയാണ്. ഇന്ത്യ സെമിയിലേക്ക് കടന്നിരിക്കുന്നു. വിവരങ്ങളാണ് അനിൽ വാസുദേവ് നൽകിയത്. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.